പാലക്കാട് നഗരസഭയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വിവരിച്ച ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പല പദ്ധതികൾക്കും തടസ്സം നിൽക്കുന്നത് മണ്ഡലത്തിലെ എംഎൽഎ ആണെന്ന് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്. പാലക്കാട് ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഇരുവരും. ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് 50% വിഹിതം നമുക്ക് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പാലക്കാട് നഗരസഭയുടെ വികസനം എന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഹിതമാണ്. 50% കുറച്ചിട്ടാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തരുന്നത്. അതും കൃത്യമായിട്ട് എത്തുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടുകൾ അനുവദിച്ചത് സംസ്ഥാന ഗവൺമെന്റിലൂടെ വരേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം ചേർത്താതെ ആ ചേർത്താനുള്ള ഫണ്ട് അവിടെ ഇല്ലാത്തത് കാരണം അത് വൈകിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് നഗരസഭ നടത്തുന്ന ഓരോ പ്രോജക്റ്റിൻ്റെയും പ്രവർത്തനങ്ങൾ വൈകി പോവുകയാണ്. ഇത് കാരണമാണ് ഈ റോഡുകളുടെ കാര്യമായിക്കോട്ടെ, മാലിന്യ സംസ്കരണമായിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്കറിയാം അറവുശാല. പാലക്കാട് നഗരസഭയിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു അറവുശാലയാണുള്ളത്. ആ അറവുശാലയുടെ കാര്യം വളരെ ഖേദകരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം 9.5 കോടി രൂപ സാങ്ഷനായിട്ട് പാലക്കാട് നഗരത്തിൻ്റെ ജനതയെ വഞ്ചിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇതുവരെ ഇടത് വലത് മുന്നണികൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് വിഷമങ്ങളുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇത്തരത്തിൽ വലിയ വിഷമത്തിലാക്കിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ 9 വർഷം സത്യത്തിൽ ഈ കഴിഞ്ഞ 50 വർഷത്തിൽ കൂടുതൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനത്തിനെക്കാട്ടും ഈ നഗരസഭയിൽ നടന്നിട്ടുണ്ട് കഴിഞ്ഞ 9 വർഷത്തിൽ. UDF കാര്യമായിട്ടൊന്നും പറയാനില്ല. അവർ MLA 13 വർഷം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചികിത്സ നടക്കാത്ത ഒരു മെഡിക്കൽ കോളേജിൻ്റെ മേന്മ മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഇന്നും അവിടെ ഒരു ഓപ്പറേഷൻ നടത്താൻ സാധിക്കുന്നില്ല. ഇന്നും അവിടെ IP ഇല്ല. ഇത്തരത്തിൽ അവിടുത്തെ വിദ്യാർത്ഥിനികൾ വലിയൊരു സമരത്തിലായിരുന്നു. അതിനൊന്നും അദ്ദേഹത്തിന് ഉത്തരമില്ല. പാലക്കാട്ടിൽ ഇന്ന് കാണുന്ന പ്രധാനപ്പെട്ട റോഡുകളെല്ലാം BMBC നിലവാരമാണ്. BMBC നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈവേയുടെ നിലവാരമാണ്. പ്രധാനപ്പെട്ട റോഡുകളെല്ലാം BMBC നിലവാരമാണ്. ഇനി ആകെ ഒരു റോഡാണ് ബാക്കിയുള്ളത്, മാർക്കറ്റ് റോഡ്. ടെൻഡർ കഴിഞ്ഞു. ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ 15 ദിവസത്തിലുള്ള അതിൻ്റെ പണി ആരംഭിക്കും. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ കൊണ്ട് മാത്രം അത് തടസ്സപ്പെട്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും BMBC നിലവാരത്തിലേക്കാണ് ഈ ഒരു ഭരണസമിതി കൊണ്ടുവന്നിട്ടുള്ളത്. പാലക്കാട് നഗരസഭയിൽ വളരെ മോശമായ അവസ്ഥയാണ് എന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ പ്രചരിപ്പിക്കുന്ന ആളുകളോട് നിങ്ങൾ ഭരിക്കുന്ന മാത്തൂർ പഞ്ചായത്തിലെ റോഡുകളൊക്കെ ഒന്ന് പോയി സഞ്ചരിക്കണം. അതേപോലെ തന്നെ കണ്ണാടി പഞ്ചായത്തിലെ റോഡുകളൊക്കെ ഒന്ന് പോയി സഞ്ചരിക്കണം. തൊട്ടടുത്ത് LDF ഭരിക്കുന്ന മരുത റോഡിൻ്റെ നമ്മുടെ ചന്ദ്രനഗർ കഴിഞ്ഞാൽ മരുത റോഡ് പഞ്ചായത്താണ്, LDF ആണ് ഭരിക്കുന്നത്. ആ മരുത റോഡ് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളുടെ സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ പാതാളത്തിലാണെന്ന് മാത്രമേ കരുതാൻ സാധിക്കുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പാലക്കാട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്.